എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കാന്നുള്ളതിൻ്റെ 12ാമത്തെ വീഡിയോ ആണെന്ന്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ആ പ്രവൃത്തി അവസാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഞാൻ എന്ന് പറയുമ്പോൾ അറിയാലോ. വരുമ്പോൾ ഐക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ബഹുമാനം നമുക്ക് തന്നെ കൊടുക്കുന്നു, അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ ആകുന്നു എന്നതിന് ആം എന്നാണ് ഉപയോഗിക്കുക. ഐ ആം. പിന്നെ വായിക്കുക എന്നതിൻ്റെ പ്രസന്റ് ടെൻസ് റീഡാണ്. അതിൻ്റെ കൂടെ ING ചേർക്കുന്നു. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഞാൻ വരുമ്പോൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നു എന്നതിന് ആം എന്ന് എഴുതും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിൻ്റെ പ്രസൻറ്റ് രൂപം പ്ലസ് അതിൻ്റെ കൂടെ ING എന്നും ചേർക്കും. അതുകൊണ്ടാണ് ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് വന്നത്. ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നതിന് എങ്ങനെ പറയും? ഐ ആം നോട്ട് റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിക്കുന്നില്ല. അതായത് നോട്ട് വയ്ക്കുക. റീഡ് എന്നതിൻ്റെ പ്രസന്റ് ടെൻസ് ആണല്ലോ. വായിക്കുക എന്നതിന് റീഡ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ING ചേർക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ ആ വെർബിന് മുന്നേ, പ്രവൃത്തിക്ക് മുന്നേ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് അർത്ഥം, അതായത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, പറയുന്നില്ല എന്നുള്ളതിൻ്റെ ഒക്കെ അർത്ഥം വരും. നോട്ട് വെർബിന് തൊട്ട് മുന്നേ ചേർക്കുക, വെർബിൻ്റെ ING ഫോം ചേർക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് കർത്താവ് ഏകവചനമാണെങ്കിൽ ഞാൻ എന്നത് ഏകവചനമാണെങ്കിൽ അത് ഏകവചനമായിട്ട് എടുത്തില്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു. ബഹുവചനമായിട്ട് എടുത്തിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഏകവചനം ആണെങ്കിൽ ആകുന്നു എന്നതിന് ഈസ് എന്ന വേർഡ് ഉപയോഗിക്കും. IS, ഈസ്. ഇനി അതേപോലെ തന്നെ ചെയ്യുന്ന വെർബ് ഏതാണോ, കർമ്മം ഏതാണോ, അതിൻ്റെ കൂടെ ING ചേർക്കുന്നു. ഇനി അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹി ആകുന്നു, അതായത് ഹി ആകുന്നു എന്നതിന് ഈസ് ആയിരിക്കും. ഹി ഈസ് ക്രിക്കറ്റ് ആണ് കളിക്കുന്നത്. അപ്പോൾ പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് ആ പണി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി നിർത്തിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ അവൻ എന്നത് ഏകവചനമാണ്. ഏകവചനം വരുമ്പോൾ ഈസ് എന്ന ഫോം വയ്ക്കുന്നു. അതിനുശേഷം വെർബിൻ്റെ കൂടെ പ്രസന്റ് ടെൻസിൽ ING ഫോം ചേർക്കുന്നു. ഇനി അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അവള് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. ഇനിയിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല, സമരമാണ്, അടുക്കള അടച്ചു വെച്ചു. അപ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചോദിക്കുമ്പോൾ എന്ത് പറയും? ഷീ ഈസ് നോട്ട് കുക്കിംഗ് ഫുഡ്. ഷീ ഈസ് നോട്ട് കുക്കിംഗ് ഫുഡ്. ഇത്രയും ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതായത് ഏകവചനം വന്നു കഴിഞ്ഞാൽ ഈസ് വയ്ക്കണം. അതിനുശേഷം വെർബിൻ്റെ പ്രസന്റ് ടെൻസിൽ ING കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് നൗ. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് നൗ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കർത്താവ് ബഹുവചനമാണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വയ്ക്കുക. അതിനുശേഷം ആർ എന്ന ഫോം, അതായത്
ചെയ്യുന്നതല്ല, ആകുന്നു എന്നതിൻ്റെ ARE ആകുന്നു എന്നതിൻ്റെ വയ്ക്കുക. അതിനുശേഷം ക്രിയയുടെ പ്രസന്റ് ടെൻസ് കൂടെ ING ചേർക്കുക. നോക്കാം. നീ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. നീ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥം നിങ്ങളാവാം, നീയാവാം, താങ്കളാവാം. അപ്പോൾ ബഹുവചനത്തിലാണ് കാണുക. അപ്പോൾ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ. നിങ്ങൾ ബഹുവചനമായി കണ്ടു. അപ്പോൾ എഴുതി, പിന്നെ എഴുതുക എന്നുള്ളതിൻ്റെ പ്രസന്റ് ടെൻസ് റൈറ്റ് ആണ്. അതിൻ്റെ കൂടെ ING വെച്ചു. റൈറ്റിംഗ് എ ലെറ്റർ. യു ആർ റൈറ്റിംഗ് എ ലെറ്റർ. നിങ്ങളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യു ആർ നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. യു ആർ നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. നിങ്ങൾ ഒരു കത്തും എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. അവര് TV കണ്ടുകൊണ്ടിരിക്കുന്നു. They are watching TV. They are watching TV. They എന്ന് പറയുമ്പോൾ അവര്, വാച്ചിങ് എന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നു എന്നതിന്, ആകുന്നു എന്നതിന് They are watching TV. ഇനി അവർ TV കണ്ടുകൊണ്ടിരിക്കുന്നില്ല, കറണ്ട് പോയി എന്ന് വിചാരിക്കും. They are not watching TV. They are not watching TV. നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. We are eating lunch. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുമ്പോൾ we are not eating lunch. നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. We are not eating lunch. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പഠിച്ചത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ബഹുവചനം വരുമ്പോൾ എന്ത് ചെയ്യണം, ഏകവചനം വരുമ്പോൾ എന്ത് ചെയ്യണം, യു എന്നത് ബഹുവചനമായിട്ട് കാണണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. കുറച്ച് ഇതുപോലത്തെ ഹോംവർക്കുകൾ ചെയ്യാൻ നോക്കുക, പ്രവൃത്തികൾ. അവൻ പാടിക്കൊണ്ടിരിക്കുന്നു, അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, കുട്ടി കരയുന്നു. ഇങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ വാചകങ്ങളൊക്കെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അയക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. എൻ്റെ നമ്പർ ഇതാണ്. അതിലേക്ക് റിക്വസ്റ്റ് തന്നാൽ, സൗജന്യ ക്ലാസ്സിൽ കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളും ചിലപ്പോൾ ഗ്രൂപ്പിലേക്ക് വരും. അല്ലെങ്കിൽ ദിവസം നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണാം. വളരെ ഈസി ആയിട്ട് മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം, ഒരുമിച്ച് നിൽക്കാം. ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ശുഭദിനം നേരുന്നു.